കൊച്ചി മാർക്കറ്റിംഗ് കമ്പനിയിൽ യുവാക്കൾക്കെതിരെ കൊടിയ പീഡനം. ടാർഗറ്റ് തികയ്ക്കാത്തതിനാലാണ് ക്രൂര പീഡനം. മനാഫില്ല കഴിച്ചിലേക്ക് വിവരങ്ങളുമായി രേണുക രാജേന്ദ്രനാണ് ചേരുന്നത്. രേണുക, ദൃശ്യങ്ങൾ ഞെട്ടലുളവാക്കുന്നതാണ്. അത്രയധികം ഞെട്ടിക്കുന്ന ദൃശ്യങ്ങളാണ്. ആ ഒരു യുവാക്കൾ സഹിച്ച പീഡനം ഈ കാണുന്ന ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. എന്താണ് സംഭവം, എങ്ങനെയാണ്, എന്താണ് നിലവിലെ സാഹചര്യം? നിലവിൽ കാളിദാസൻ മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ സംഭവം ഉണ്ടായിട്ട് ഏകദേശം 5 മാസത്തിലേക്ക് എത്തിയിട്ടുണ്ടെന്ന് വേണം പറയാൻ. നിരന്തരമായിട്ട് ദിവസങ്ങളായിട്ട് ഒരു കൂട്ടം യുവാക്കൾ നേരിടുന്ന പീഡനമാണ് ഈ ദൃശ്യങ്ങളിൽ നിന്നും വളരെ വ്യക്തമായി തന്നെ കാണാൻ കഴിയുന്നത്. ഇത് 18 മുതൽ 22 വയസ്സ് പ്രായമുള്ള ഒരു കൂട്ടം യുവാക്കൾ, ഈ സാധനങ്ങളൊക്കെ വിൽക്കുന്ന ഒരു കൂട്ടം യുവാക്കളാണ്. ഇവർ ബാഗ് തൂക്കി നമ്മുടെ വീടുകളിലും പരിസരങ്ങളിലെല്ലാം മാർക്കറ്റിംഗ് രീതിയിലേക്ക് പുസ്തകങ്ങളും മറ്റ് സാധനങ്ങളും വിൽക്കാൻ വരുന്ന ഒരു കൂട്ടം യുവാക്കളാണ്. ഇവർക്ക് പ്രതിമാസം കിട്ടുന്ന ഒരു തുക എന്ന് നോക്കുകയാണെങ്കിൽ 6,000-7,000 രൂപ ശമ്പളത്തിനാണ് ഇവർ ജോലി ചെയ്യുന്നത്. ഈ യുവാക്കളാണ് ഈ കൊച്ചിയിൽ ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് കൊച്ചിയിൽ തൊഴിൽ പീഡനത്തിന് ഏറ്റവും കൂടുതൽ ഇരയായി എന്ന് വേണം മനസ്സിലാക്കുന്നത്. ടാർഗറ്റ് തികച്ചില്ല എന്ന പേര് ആരോപിച്ചുകൊണ്ടാണ് ഈ ഒരു കൊടിയ പീഡനം ഇവർ നേരിട്ടതെന്ന് വേണം മനസ്സിലാക്കാൻ കഴിയുന്നത്. നായയുടെ ബെൽറ്റ് ഈ യുവാക്കളുടെ കഴുത്തിൽ കെട്ടി ഒരു നായയെ നടത്തുന്ന പോലെ നടപ്പിക്കുകയും തറയിൽ നക്കിപ്പിക്കുകയും അതോടൊപ്പം തന്നെ വെള്ളം നായി നക്കി കുടിക്കുന്നത് പോലെ വെള്ളം നക്കി കുടിപ്പിക്കുകയും കോയിനുകൾ നക്കിയെടുക്കുകയും നാണയങ്ങൾ നക്കിയെടുക്കുകയും പഴകിയ പഴം ഉൾപ്പെടെ നക്കിയെടുപ്പിക്കുകയും ഒക്കെ ഇവർ ചെയ്തിട്ടുണ്ട്. യുവാക്കളുടെ പാന്റ് ഊരുകയും ഇങ്ങനെ നിരവധി സംഭവങ്ങളാണ് ഇവർ യുവാക്കൾക്കെതിരെ ചെയ്തിരിക്കുന്നത്. ഒരു കൊടിയ പീഡനം എന്ന് തന്നെ, ഇത് കേരളത്തിൽ തന്നെയാണോ നടക്കുന്നത് എന്ന് നമ്മൾ ഞെട്ടിക്കുന്ന രീതിയിലുള്ള സംഭവങ്ങളാണ് ഓരോ ദിവസവും അല്ലെങ്കിൽ ഈ ഒരു സംഭവത്തിൽ നിന്നും വളരെ വ്യക്തമാകുന്നത്. ഇതിൽ തൊഴിൽ വകുപ്പ് ഈ വിഷയത്തിൽ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. നിലവിൽ വ്യക്തമാക്കാൻ കഴിയുന്നത് ഈ ദൃശ്യങ്ങൾ എവിടെ നിന്ന് ലഭിച്ചു എന്നൊരു കാര്യത്തിൽ വ്യക്തത വന്നിട്ടില്ല. പ്രചരിക്കുന്ന ദൃശ്യങ്ങളും സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന ദൃശ്യങ്ങൾ എവിടെ നിന്ന് ലഭിച്ചു, ആരുടെ അക്കൗണ്ടിൽ നിന്നാണ് പുറത്തുപോയി എന്നൊരു കാര്യങ്ങളിലൊന്നും വ്യക്തത ഉണ്ടായിട്ടില്ല. അതുമായി അന്വേഷിച്ച് പോലീസ് ഇപ്പോൾ മുന്നോട്ട് പോകുന്നുണ്ട്. നിലവിൽ മനസ്സിലാക്കാൻ കഴിയുന്നത് ഉബൈൽ എന്ന് പറയുന്ന വ്യക്തിയുടെ ഉടമസ്ഥതയിൽ നിന്നാണ് ഈ ഒരു പീഡനം ഉണ്ടായിരിക്കുന്നതെന്ന് വേണം മനസ്സിലാക്കാൻ കഴിയുന്നത്. കെൽട്രോ എന്ന് പറയുന്ന കമ്പനി, ഉബൈലിന്റെ ഉടമസ്ഥയിലുള്ള കെൽട്രോ എന്ന കമ്പനിയിലെ തൊഴിലെടുക്കുന്ന ഒരു കൂട്ടം യുവാക്കൾക്കാണ് ഈ ഒരു പീഡനം ഉണ്ടായിരിക്കുന്നത്. ആദ്യം തന്നെ ഈ സാമൂഹ്യ മാധ്യമങ്ങളിൽ പറയുന്നത് പോലെ ഹിന്ദുസ്ഥാൻ പവർ ലിമിറ്റഡ് എന്ന കമ്പനിയുടെ ഇതും കെൽട്രോ എന്ന് പറയുന്ന കമ്പനിയും തമ്മിലൊരു ടൈപ്പ് മാത്രമാണുള്ളത്. അതായത് ഹിന്ദുസ്ഥാൻ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന കമ്പനിയിൽ നിന്നും സാധനങ്ങൾ എടുക്കുക മാത്രമാണ് ഈ കെൽട്രോ ചെയ്യുന്നത്. അതല്ലാതെ ഹിന്ദുസ്ഥാൻ കമ്പനിയുമായി യാതൊരു ബന്ധവും ഈ കെൽട്രോ പവർ ലിങ്ക്സ് എന്ന സ്ഥാപനത്തിൽ നിന്ന് കരാർ അടിസ്ഥാനത്തിൽ ജോലി ചെയ്യുന്ന മറ്റൊരു സ്ഥാപനം, ആ സ്ഥാപനത്തിലെ ജോലി ചെയ്യുന്ന യുവാക്കൾക്കാണ് ഇപ്പോൾ ഈ ഒരു പീഡനം നേരിട്ടിരിക്കുന്നത്, അല്ലേ? അല്ല കാളിദാസൻ, അതൊരു ചെറിയൊരു തിരുത്തുണ്ട്. ഇത് കരാർ അടിസ്ഥാനത്തിലല്ല. ഹിന്ദുസ്ഥാൻ പവർ ലിങ്ക് എന്ന കമ്പനിയിൽ നിന്ന് സാധനങ്ങൾ മാത്രമാണ് ഈ കെൽട്രോ എന്ന കമ്പനി എടുക്കുന്നത്. ആ കെൽട്രോ എന്ന കമ്പനി ഹിന്ദുസ്ഥാൻ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന സ്ഥാപനത്തിൽ നിന്ന് സാധനങ്ങൾ മാത്രമാണ് എടുക്കുന്നത്. അതല്ല, കമ്പനികൾക്ക് യാതൊരു ബന്ധമില്ലെന്ന് തന്നെയാണ് ഇപ്പോൾ ഹിന്ദുസ്ഥാൻ പ്രൈവറ്റ് ലിങ്ക്സ് മാർക്കറ്റിംഗിന്റെ ചെയർമാനും പറയുന്നത്. ഈ കെൽട്രോ എന്ന കമ്പനി ഈ പെരുമ്പാവൂരാണ്, കൊച്ചി എറണാകുളം പെരുമ്പാവൂരിലാണ് ഈ കെൽട്രോ എന്ന് പറയുന്ന കമ്പനി സ്ഥിതി ചെയ്യുന്നത്. ഈ കമ്പനിയിലാണ് നിലവിൽ ഇപ്പോൾ യുവാക്കൾക്ക് ഒരു കൊടിയ പീഡനത്തിന് ഇരയായതെന്ന് വേണം മനസ്സിലാക്കാൻ കഴിയുന്നത്. ദിവസവും ഒരു തൊഴിൽ പീഡനം തന്നെയാണ്. ആ ടാർഗറ്റ് കൃത്യമായ രീതിയിൽ തികച്ചില്ല എന്ന് പറഞ്ഞാണ് ഈ യുവാക്കളെ നായെ നടത്തിക്കുന്നത് പോലെ നടത്തിക്കുന്നതും തറയിൽ നക്കിപ്പിക്കുന്നതും പഴകിയ വസ്തുക്കളെല്ലാം നക്കിപ്പിക്കുന്നതുമെല്ലാം സംഭവം ഉണ്ടായിരിക്കുന്നത്. ഇപ്പോൾ നിലവിൽ മനസ്സിലാക്കാൻ കഴിയുന്നത് പ്രചരിക്കുന്ന വീഡിയോ എവിടെ നിന്ന് വന്നു എന്നൊരു കാര്യത്തിൽ വ്യക്തതയുണ്ടായിട്ടില്ല. ഇത് കെൽട്രോ എന്ന് പറയുന്ന കമ്പനിയുടെ സ്ഥാപകൻ ഉബൈലിനെ ഇപ്പോൾ പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. നിലവിൽ ഇതിനു മുമ്പും സമാനമായ രീതിയിൽ പെരുമ്പാവൂര് ഉബൈലിന്റെ പേരിൽ ഒരു പരാതി ഉണ്ടായിട്ടുണ്ട്. ഒരു പെൺകുട്ടി നടത്തിയ പരാതിയാണ്, അല്ലെങ്കിൽ പെൺകുട്ടി കൊടുത്ത പരാതിയാണ്. ഈ യുവാക്കളെ പോലെ തന്നെ സാധനങ്ങൾ വിൽക്കുന്ന അല്ലെങ്കിൽ സാധനങ്ങൾ മറ്റ് സ്ഥലങ്ങളിലേക്ക് എത്തിച്ചു കൊടുക്കുന്ന ഒരു പെൺകുട്ടിയാണ് ഈ കുട്ടി. ആ കുട്ടിയുടെ പേരിൽ ഉബൈലിന്റെ പേരിൽ പെരുമ്പാവൂരിൽ ഒരു കേസ് ഉണ്ടായിട്ടുണ്ട്. അതിന് സമാനമായ രീതിയിലാണ് ഒരു കൂട്ടം യുവാക്കളെ ഇപ്പോൾ ഉപദ്രവിക്കുന്ന രീതിയിലുള്ള ദൃശ്യങ്ങളൊക്കെ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നത് കാളിദാസ്.
രേണുക, നമുക്കതിൽ ഒന്നും കൂടി ഒരു വ്യക്തത വരുത്താം. കാരണം ഇപ്പോൾ ഈ ഒരു ഹിന്ദുസ്ഥാൻ പവർ ലിങ്ക്സ് എന്ന സ്ഥാപനത്തിൽ നിന്ന് സാധനങ്ങൾ വാങ്ങുന്ന, അതായത് ഹിന്ദുസ്ഥാൻ പവർ ലിങ്ക്സിന്റെ ഉപഭോക്തൃ കമ്പനിയായിട്ടുള്ള ഉബൈലിന്റെ സ്ഥാപനത്തിലെ യുവാക്കൾക്കാണിപ്പോൾ ഉള്ളത്. തമ്മിൽ ഈ ഒരു രണ്ട് കമ്പനികളും തമ്മിൽ അത്തരത്തിലൊരു വാണിജ്യ ബന്ധം മാത്രമേ ഉള്ളൂ. അതായത് ഹിന്ദുസ്ഥാൻ പവർ ലിങ്ക്സിന്റെ ഒരു വിഭാഗത്തിലും പെട്ട ഒരു സ്ഥാപനമല്ല ഉബൈലിന്റെ ഈ ഒരു കമ്പനി. ആ ഒരു കമ്പനിയിലാണ് ഇപ്പോൾ ഈ യുവാക്കൾക്ക് ഇപ്പോൾ കൊടിയ പീഡനം കൂടി നേരിട്ടിരിക്കുന്നത്. ഇപ്പോൾ നിലവിൽ പോലീസിന്റെ നീക്കുപോക്കുകൾ എങ്ങനെയാണ്, ഈ അന്വേഷണം എങ്ങനെയാണ് ഇപ്പോൾ മുന്നോട്ട് കൊണ്ടുപോകാൻ ഉദ്ദേശിക്കുന്നത്? ഉബൈലിനെ പോലീസ് അന്വേഷണം ചെയ്യുന്നുണ്ട്. യുവാക്കളുടെ കൂടുതൽ വിവരങ്ങൾ ലഭിക്കേണ്ടതുണ്ട്. ഈ പ്രചരിപ്പിക്കുന്ന വീഡിയോയെ പറ്റി കൂടുതലായി ഒരു വിശദമായ ഒരു അന്വേഷണം വേണ്ടതുണ്ട്. എത്ര ദിവസങ്ങളായി ഇവർ ഈ അനുഭവിക്കുന്നു? ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളെല്ലാം നമ്മുടെ കയ്യിൽ ഉണ്ടായിട്ട് പോലും എന്തുകൊണ്ട് യുവാക്കൾ ഇതുമായി രംഗത്ത് വന്നിട്ടില്ല എന്ന കാര്യങ്ങളിലെല്ലാം ഒരു ചോദ്യം ഉയരുന്നുണ്ട്. ഈ 5 മാസ കാലയളവ് എന്ന് പറയുമ്പോൾ ദിവസവും, ഓരോ ദിവസവും അല്ലെങ്കിൽ ഓരോ മാസവും ടാർഗറ്റ് കൃത്യമായി തികയ്ക്കാത്തതിന്റെ പേരിലാണ് ഒരു കൊടിയ പീഡനം യുവാക്കൾ നേരിട്ടിരിക്കുന്നത്. അങ്ങനെ ഇരിക്കെയാണ് ഈ ഉബൈൽ എന്ന് പറയുന്ന ഉടമസ്ഥനും മറ്റ് അദ്ദേഹത്തിന്റെ കൂടെയുള്ള ആൾക്കാരും ഈ യുവാക്കളെ ഉപദ്രവിക്കുന്ന ദൃശ്യങ്ങളെല്ലാം പുറത്തു വന്നിരിക്കുന്നത്. ഞെട്ടിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു വാർത്ത തന്നെയാണ് വീണ്ടും കൊച്ചിയിൽ ഉണ്ടായിരിക്കുന്നത്. പക്ഷേ ഈ ഒരു ഹിന്ദുസ്ഥാൻ പ്രൈവറ്റ് ലിങ്ക് മാർക്കറ്റിൽ നിന്ന് സാധനങ്ങൾ എടുക്കുക മാത്രമാണ് ഈ കെട്രോ എന്ന് പറഞ്ഞ കമ്പനി ചെയ്തിട്ടുള്ളത്. അതല്ലാതെ ഇവരുമായി യാതൊരു ബന്ധവുമില്ലെന്നാണ് ഈ ഹിന്ദുസ്ഥാൻ മാർക്കറ്റിംഗ് കമ്പനിയുടെ ചെയർമാനും വ്യക്തമാക്കുന്നത്. സാധനങ്ങൾ ആ ഒരു കമ്പനിക്ക് കൊടുക്കുന്നു എന്നൊരു ഇത് മാത്രമേ ഇവർക്കും അറിവുള്ളൂ. ബാക്കി കെട്രോ എന്ന് പറഞ്ഞ കമ്പനി സ്ഥിതി ചെയ്യുന്നത് പെരുമ്പാവൂരിലാണ്. അവിടെയാണ് ഈ സംഭവം ഉണ്ടായിരിക്കുന്നത്. പക്ഷേ ഈ യുവാക്കളെ പറ്റി നിലവിലൊരു അറിവുകളെല്ലാം ലഭിക്കേണ്ടതുണ്ട്. യുവാക്കൾ ഇപ്പോൾ എവിടെയാണ്? ഈ പ്രചരിക്കുന്ന വീഡിയോ എവിടെ നിന്നാണ് ആദ്യം വന്നത്? ഇതിന്റെ സംഭവം അല്ലെങ്കിൽ ഇതിലുള്ള സത്യാവസ്ഥ എല്ലാ കാര്യങ്ങളും വ്യക്തത വരേണ്ടതുണ്ട്. കാളിദാസ്. രേണുക, അതോടൊപ്പം തന്നെ 5 മാസം മുമ്പ് ഷൂട്ട് ചെയ്ത ഒരു വിഷ്വലാണ് നമ്മൾ കണ്ടത്, അല്ലെങ്കിൽ ആ ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടത്. ഇപ്പോൾ ഈ ഒരു 5 മാസ കാലയളവിൽ പോലീസിന് പരാതി ലഭിച്ചിട്ടില്ല എന്നും പറയുന്നു. അത്തരത്തിലൊരു പരാതി കൊടുക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് ഈ യുവാക്കൾ പോകാത്തതാണോ, അല്ലെങ്കിൽ അത്തരത്തിലൊരു തെളിവ് അവർക്ക് കിട്ടാഞ്ഞിട്ടും അങ്ങനെ നിന്നതാണോ? അതെ കാളിദാസ്, ഇതിൽ ഈ ഒരു വിഷയത്തിൽ എല്ലാവർക്കും ഇടയിലുള്ള ഒരു ചോദ്യം തന്നെയാണ് ഇപ്പോൾ കാളിദാസനും ചോദിച്ചത്. ഈ 5 മാസ കാലയളവ് എന്ന് പറയുമ്പോൾ എന്തുകൊണ്ട് ഇതിനു മുമ്പ് യുവാക്കൾ പോലീസിൽ പരാതി നൽകിയില്ല? ഇനി അവിടെയും അവർക്കൊരു മാനസിക പീഡനം അല്ലെങ്കിൽ പോലീസിൽ പരാതിപ്പെട്ടാൽ ഭീഷണിയോ അങ്ങനെ എന്തെങ്കിലും ഭീഷണി സ്വരങ്ങൾ ഉയർന്നിട്ടുണ്ടോ എന്ന കാര്യത്തിൽ വ്യക്തമല്ല. പക്ഷേ ഈ വീഡിയോ ഇപ്പോൾ എവിടെ നിന്നാണ് പ്രചരിച്ചത്? ഇത് മനഃപൂർവ്വം പ്രചരിപ്പിക്കാൻ വേണ്ടി പുറത്തിട്ടതാണോ? അത് എപ്പോഴെടുത്ത വീഡിയോ ആണ് എന്ന കാര്യത്തിൽ ഒന്നും വ്യക്തത വന്നിട്ടില്ല. അത് ഇന്നലെ എടുത്തതാണോ, ഇനി 5 മാസം മുമ്പ് എടുത്തതാണോ എന്നൊരു കാര്യത്തിൽ ഒന്നും വ്യക്തത വന്നിട്ടില്ല. പക്ഷേ തൊഴിൽ പീഡനം നടന്നിട്ടുണ്ട് അല്ലെങ്കിൽ തൊഴിൽ പീഡനം നടത്തിയിട്ടുണ്ടെന്ന് ആ ദൃശ്യങ്ങളിൽ നിന്നും വളരെ വ്യക്തമായി തന്നെ മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. എന്നാലും ഈ കേസ് വളരെ ഊർജിതമായി തന്നെ അന്വേഷിക്കുകയാണ്. യുബൈലിലേക്ക് കേസ് നീങ്ങിയിട്ടുണ്ട്, കെൽട്രോ സ്ഥാപനത്തിലേക്ക് നീങ്ങിയിട്ടുണ്ട്, അവിടെ ജോലിക്ക് വന്ന യുവാക്കളിലേക്ക് നീങ്ങുന്നുണ്ട്. ഇനി പോലീസ് വിശദമായ രീതിയിൽ തന്നെ ആ സ്ഥാപനത്തിൽ ഏതൊക്കെ യുവാക്കളാണ് ജോലി ചെയ്തത്, അവരുടെ അഡ്രസ്സുകൾ, കാര്യങ്ങളെല്ലാം, മേൽവിലാസങ്ങളെല്ലാം കൃത്യമായി രേഖപ്പെടുത്തിയതിനു ശേഷം കേസുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് പോലീസും തീരുമാനിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ ഹിന്ദുസ്ഥാൻ പ്രൈവറ്റ് ലിങ്ക് മാർക്കറ്റിംഗ് കമ്പനിയുമായും കെൽട്രോ കമ്പനിയുമുള്ള ഒരു ബന്ധം കൂടി പോലീസ് ഇനി വിശദീകരിക്കുന്നുണ്ട്. ഈ കമ്പനിയുമായി നിലവിൽ സാധനങ്ങൾ കൈമാറുക എന്നൊരു ബന്ധം മാത്രമാണ് ഉള്ളത് എന്നതാണ് ഈ സ്ഥാപനത്തിനും ഹിന്ദുസ്ഥാൻ സ്ഥാപനത്തിന്റെ ചെയർമാനും വിശദീകരിച്ചത്. മറ്റെന്തെങ്കിലും ബന്ധം ഉണ്ടായിട്ടുണ്ടോ, അല്ലെങ്കിൽ യുവാക്കളുടെ ഈ സേവനം എങ്ങനെയായിരുന്നു, ഈ മേഖലയിൽ ഇവർക്ക് ടാർഗറ്റിംഗ് കാര്യങ്ങൾ എങ്ങനെയാണ്, ബാക്കി വിശദമായ വിവരങ്ങളെല്ലാം പോലീസ് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. കാളിദാസ്. തീർച്ചയായും രേണുക, പെരുമ്പാവൂരുള്ള കെൽട്രോ എന്ന സ്ഥാപനത്തിലെ യുവാക്കൾക്കാണ് ഇപ്പോൾ പീഡനം നേരിട്ടിരിക്കുന്നത് എന്നുള്ളതാണ് നമുക്ക് ഈ ഒരു സാഹചര്യത്തിൽ വ്യക്തമാകുന്നത്. ഇനി തൊഴിൽ വകുപ്പ് മന്ത്രി അടക്കം പ്രതികരിക്കേണ്ട ഒരു സാഹചര്യം കൂടിയുണ്ട്. എൻ്റെ അറിവ് ശരിയാണെങ്കിൽ അത്തരത്തിലൊരു നീക്കങ്ങളിലേക്ക് തൊഴിൽ വകുപ്പും കൂടി കടന്നിരിക്കുന്നു എന്നാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അങ്ങനെയല്ലേ രേണുക? തീർച്ചയായും കാളിദാസ്, ഇപ്പോൾ ഉറപ്പായും തന്നെ തൊഴിൽ വകുപ്പ് മന്ത്രിയുടെ കാതിലേക്ക് അല്ലെങ്കിൽ തൊഴിൽ വകുപ്പ് മന്ത്രിയുടെ പരിധിയിലേക്ക് തന്നെ ഈ കേസ് മാറിയിട്ടുണ്ട്. അദ്ദേഹം അന്വേഷിക്കുന്നുണ്ട്. ഈ കേസുമായി ബന്ധപ്പെട്ട് തന്നെ ഏതൊക്കെ രീതിയിലാണ്, അല്ലെങ്കിൽ ഈ പ്രചരിക്കുന്ന വീഡിയോകൾ ആദ്യം സത്യമാണോ അല്ലെങ്കിൽ ഇതിൽ എന്തെങ്കിലും അസത്യങ്ങളുണ്ടോ എന്ന കാര്യങ്ങളെല്ലാം അന്വേഷിക്കേണ്ടതുണ്ട്. ഉബൈലിനെ എന്തായാലും കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. മുൻപും പല രീതിയിൽ ഇതിന് സമാനമായ രീതിയിൽ ഉബൈലിന്റെ പേരിൽ ഒരു കേസ് ഉള്ളതുകൊണ്ട് തന്നെ ഏകദേശം ഒരു ധാരണയിൽ തന്നെ അല്ലെങ്കിൽ കൃത്യമായ ഒരു ധാരണയോട് കൂടി തന്നെയാണ് പോലീസും ഈ കാര്യം കൈകാര്യം ചെയ്യുന്നത്. തൊഴിൽ വകുപ്പിന്റെ പരിധിയിലേക്ക് ഈ കേസ് എത്തുന്നുണ്ട്. അവരും
ശക്തമായ രീതിയിൽ തന്നെ അന്വേഷിക്കുന്നു. കാരണം ടാർഗറ്റ് തികച്ചില്ല എന്ന പേരിൽ തൊഴിലിടങ്ങളിൽ നേരിടുന്ന തൊഴിൽ പീഡനം അങ്ങനെ ചില്ലറക്കാര്യമായി അല്ലെങ്കിൽ നിസ്സാരക്കാര്യമായി തള്ളിക്കളയാൻ കഴിയില്ലെന്ന് തന്നെയാണ് തൊഴിൽ വകുപ്പ് മന്ത്രിയും അറിയിച്ചിരിക്കുന്നത്. എന്തായാലും കൂടുതലായി ഈ കാര്യത്തിലേക്ക് ഒരു അന്വേഷണം പോകുന്നുണ്ട് കാളിദാസ്.